നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. നാട്ടിലെ ചില കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ പെണ്ണ് ട്രാൻസ്ജെൻഡർ എന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ പെണ്ണിന് നിറം പോരാ എന്ന് കണ്ടുപിടിച്ചു. ഇനി ഈ പെണ്ണുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ല എന്ന്, അതുകൊണ്ട് ഒളിച്ചോടി പോകുന്നു എന്ന് തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നു. വിവാഹം ഒരു തമാശ കാര്യം പോലെ ആയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായി എന്ന് തോന്നുന്നു. ആളുകൾ വളരെ നിഷ്പ്രയാസം വിവാഹം കഴിക്കാം, ഇഷ്ടം പോലെ അതിൽ നിന്ന് ഊരിപ്പോവുകയും ചെയ്യാം. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഒരു പ്രശ്നവുമില്ല, ആരെയും പേടിക്കേണ്ടതില്ല എന്നൊരു സംവിധാനത്തിലേക്ക് നമ്മുടെ സാംസ്കാരിക രംഗം മാറിപ്പോയിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. വളരെ ഖേദകരമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് പെണ്ണിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പെണ്ണ് ഇപ്പോൾ കേരളീയ സംസ്കാരത്തിൽ, ഇന്ത്യൻ സംസ്കാരത്തിൽ പെണ്ണൊരു ബാധ്യതയാണ്. ഓരോ വീട്ടിനും ആ പെണ്ണിനെ കെട്ടിച്ചു വിടുന്നവരെ, ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ കാരണവന്മാർക്ക് ആദിയാണ്. ഇവർ വഴിതെറ്റിപ്പോകുമോ, ഏതെങ്കിലും രീതിയിൽ പഴിച്ചു പോകുമോ, അല്ലെ ആരെങ്കിലും കണ്ടു കാണിച്ച് അവരുടെ കൂടെ പോകുമോ, ഈ മാനക്കേടുണ്ടാക്കുമോ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇങ്ങനെ കാരണവന്മാർ പേടിക്കുന്നത്. പിന്നെ ഇല്ലാത്ത പൈസ ഒക്കെ ഉണ്ടാക്കി ഇല്ലാത്ത കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചിട്ടാണ് കെട്ടിച്ചു വിടുന്നത്. അതിനുശേഷം കെട്ടിച്ചു വിട്ട് കഴിയുമ്പോൾ ഇതൊന്നും ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പെണ്ണെന്ന ബാധ്യതയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. സാമ്പത്തികമുള്ളവർക്കും സാമ്പത്തികം ഇല്ലാത്തവർക്കും അത് പെണ്ണ് ഒരു ബാധ്യത, ഒരു പ്രശ്നമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളത്, ആ ഒരു സത്യം നിലനിൽക്കുന്നു. അത് പൈസ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ തന്നെ. പൈസ ഇല്ലാത്തവർക്ക് കെട്ടിച്ചു വിടാനുള്ള ബുദ്ധിമുട്ടുകൾ, പൈസ ഉള്ളവർക്ക് ഈ വഴിപഴിച്ച് പോകുമോ, തെറ്റായ രീതിയിൽ പോകുമോ, ആരുടെയെങ്കിലും കൂടെ പോകുമോ, തങ്ങളുടെ സ്റ്റാറ്റസിന് ഒത്തതല്ലാത്ത ഒരുത്തൻ്റെ കൂടെ പോകുമോ, ഇങ്ങനെയുള്ള പേടികൾ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് കല്യാണം നടക്കുന്നത്. പക്ഷേ കല്യാണത്തിൻ്റെ പിറ്റേന്ന് ഈ വരൻ ഇട്ടിട്ട് പോകുക എന്ന് പറഞ്ഞാലത്തെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിഞ്ഞ് ഈ വധു, അവൾക്ക് നിറം പോരാ, അവൾ കൊണ്ടുവന്ന പൈസ പോരാ, അതിൻ്റെ പേരിൽ അല്ലെ വിദ്യാഭ്യാസം പോരാ, ജോലി പോരാ. ഇതൊക്കെ കല്യാണത്തിന് ശേഷമാണോ ചിന്തിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. കല്യാണത്തിന് മുമ്പ് ചിന്തിക്കുകയും ആലോചിക്കുകയും നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യാൻ മാത്രമല്ലേ കല്യാണം കഴിക്കാവുള്ളൂ. അല്ലാതെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്താ ഒരു തമാശ കാര്യമാണോ? അതൊരു കുടുംബത്തോടും ഒരു സ്ത്രീയോടും മറ്റൊരു വ്യക്തിയോടും ഒരു കുടുംബത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ? അത് ചെയ്യുന്നതിന് നമ്മുടെ ചെറുപ്പക്കാർക്ക് യാതൊരു ഉളുപ്പുമില്ല എന്ന് പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. നമ്മുടെ സംസ്കാരവും നമ്മുടെ ആ ധാർമ്മികതയും ഒക്കെ എവിടെ പോയി? നമ്മുടെ ആ ധാർമ്മിക നിലവാരമൊക്കെ എവിടെ പോയി? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു തമാശ കാര്യം പോലെ കാണുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. 1-2 മാസമാകുമ്പോഴത്തേക്ക് ഇട്ടിട്ട് പോവുക, ഉടനെ പെണ്ണ് ആത്മഹത്യ ചെയ്യുക, പെണ്ണിന് നിറം പോരാ എന്ന് പറയുക. അപ്പം നിറം പോരാ എന്നൊക്കെ പറയുന്നതിലാണ് അമ്മായിയമ്മയും അമ്മായിയപ്പനും ഒക്കെ പോലും രംഗത്ത് വരുന്നത്. അതിൻ്റെ വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. വാസ്തവമായാൽ എത്രയോ ഖേദകരമായ കാര്യമാണ്. സ്ത്രീധനത്തിൻ്റെ പേരിലും സ്ത്രീധനം കുറഞ്ഞു പോയി. ഇന്നും സ്ത്രീധനം നിരോധിച്ചിട്ട് വർഷങ്ങളായി. എന്നിട്ടും സ്ത്രീധനത്തിൻ്റെ പേരിലും അതൊക്കെ പറഞ്ഞ് ഈ പെണ്ണിനെ പീഡിപ്പിക്കാനായിട്ട് യാതൊരു മടിയുമില്ലാത്ത കുടുംബാംഗങ്ങൾ. അപ്പോൾ ആ സ്ഥിതിയൊക്കെ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ആ സമൂഹം മുന്നോട്ടാണോ പോകുന്നത് പിന്നോട്ടാണോ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പെണ്ണുങ്ങൾ എന്നിട്ട് ഒടുവിൽ അവർ ആത്മഹത്യ ചെയ്യുക ഈ വിവാഹത്തിൻ്റെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ. അപ്പോൾ എത്രയോ ഖേദകരമായ കാര്യങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ജനതയ്ക്ക് ഈ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് പൂർണ്ണമായ താല്പര്യത്തോടെ അല്ലാതെ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? അപ്പോൾ അതിന് ഒരു സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇല്ലേ? ആ കഴിവില്ലാതെയാണോ ഞാൻ വീട്ടുകാർ നിർബന്ധിച്ചു, എനിക്ക് സമയമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ കോളിലൂടെയാണ് പെണ്ണിനെ കണ്ടത്, അന്നേരം നിറം ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അങ്ങ് കെട്ടിയേക്കാമെന്ന് കരുതി, അങ്ങനെയുള്ള എക്സ്ക്യൂസുകളാണോ പറയേണ്ടത്? അങ്ങനെയുള്ളവന്മാരെയൊക്കെയാണ് പിടിച്ച് അകത്തിടേണ്ടത്. ഈ വിവാഹമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അതുപോലുള്ള ഒരു ബന്ധത്തിലേക്ക് ഇറങ്ങുന്നു. ആ ബന്ധത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് അതിനുശേഷം പൂർണ്ണമായൊരു താല്പര്യത്തോടുകൂടി മാത്രം. പിന്നീട് എപ്പോഴെങ്കിലും പിണങ്ങുകയോ വിരോധങ്ങൾ ഉണ്ടാവുകയോ അല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതൊരു 2 വ്യക്തികൾ തമ്മിൽ ഒരുമിക്കുമ്പോൾ എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ അത് പിന്നീടുള്ള കാര്യത്തിൽ അത് ആലോചിച്ചും കാര്യങ്ങൾ തീരുമാനിച്ചും മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യാത്ത രീതിയിലും അത് അതിന് പുറപ്പെടേണ്ടതിന് പകരം വിവാഹത്തിൻ്റെ പിറ്റേന്ന് അല്ല വിവാഹം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ നിറം പോരാ, പൈസ പോരാ, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? അപ്പോൾ അത് മറ്റൊരു വ്യക്തിയോടും ആ ഒരു കുടുംബത്തോടും ഒക്കെ ചെയ്യുന്ന ആ ദ്രോഹം എത്രയാണെന്നുള്ളത് ആലോചിക്കുന്നുണ്ടോ? അതിനു പുറമെയാണ് ഇതിൻ്റെ പേരിൽ പാമ്പിനെ വിട്ട് പെണ്ണിനെ കൊല്ലിക്കുക, അല്ലെങ്കിൽ ഈ നിറമില്ലെന്നും പറഞ്ഞ് ഈ മൊഴി ചൊല്ലാനായിട്ടൊരുങ്ങുക.
ഈ പെണ്ണ് പിന്നെ ആത്മഹത്യ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ക്രൂരകൃത്യങ്ങൾ നടക്കുക. അപ്പോൾ എന്തായാലും വളരെ കഷ്ടമായ ഒരു അവസ്ഥാവിശേഷം കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടി യുവാക്കൾക്ക് കുറച്ചുകൂടെ ഒരു പരിശീലനമോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സോ കോഴ്സോ ഒക്കെ വേണ്ടതാണെന്ന് തോന്നുന്നു. ഇപ്പം എയ്ഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നേരത്തെ ചിലരൊക്കെ പറയുമായിരുന്നു. എയ്ഡ്സ് ഉണ്ടോ ഇല്ലയോ, പയ്യനും പെണ്ണിനും എയ്ഡ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊരു പരിശോധന വേണമെന്ന് പറയുമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ പയ്യനും പെണ്ണിനും ചെറുക്കനും മാനസിക പക്വത ഉണ്ടോ എന്ന് ഒരു പിന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൊണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കുക, അവരുടെ ഒരു സർട്ടിഫിക്കറ്റൂടെ വേണമെന്ന് തോന്നുന്നു. അതിനുശേഷം മാത്രമേ വിവാഹം നടത്താവൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് പിന്നെ ഈ ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന, പ്രത്യേകിച്ച് പ്രേമബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനെ പറ്റി നോവലിസ്റ്റ് കെ ആർ മീര പറഞ്ഞ ചില അഭിപ്രായങ്ങൾ വലിയ വിവാദമായിരിക്കുന്നത്. അപ്പോൾ കാര്യത്തിൽ കെ ആർ മീരയോടാണ് എനിക്ക് താല്പര്യം തോന്നുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കൊടുത്തു, പിന്നെ ചെറുപ്പക്കാരനെ കൊന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു ബന്ധത്തിൽ പെട്ടു, ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതിന് വേറെ ഒരു മാർഗവുമില്ല. അതൊരു നീരാളിപ്പിടുത്തം പോലെ ആവുകയാണ്. ഒടുവിൽ കഷായം കൊടുത്ത് അവനെ ഒഴിവാക്കണമെങ്കിൽ, കഷായം കൊടുത്ത് കൊന്ന് അവനെ ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയാണ് വരുന്നതെങ്കിൽ അതൊരു കഷ്ടമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഒരു ബന്ധത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇറങ്ങിപ്പോകാനുള്ളൊരു ഒരു സംവിധാനം വേണ്ടേ, ഒരു 50-50 പിന്നെ മനസ്ഥിതി വേണ്ടേ. ഈവൻ വിവാഹബന്ധത്തെപ്പറ്റി പോലും അമേരിക്കയിൽ പറയുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നു. പക്ഷെ ഒരു ദിവസം ഭാര്യ പറയുക, അല്ലെ ഭർത്താവ് പറയുക, എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ഒന്നുമില്ല, അതിന് പിന്നെ ഒന്നും ചെയ്യാനില്ല, അവിടെ വേറൊരു കാര്യങ്ങളില്ല എന്ന് പറഞ്ഞ പോലെയുള്ളൂ. പ്രേമബന്ധം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്നേഹബന്ധം, അതെപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് ഒഴിവായി പോകാവുന്നതാണ്. യുവജനത മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഒരാൾ ലോഹ്യം കാണിച്ചു, അല്ലെങ്കിൽ കുറേ നാൾ ലോഹ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ പിണങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ എക്കാലവും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ ശഠിക്കുന്ന ആ ഒരു ചിന്താഗതി, അതിനൊരു മാറ്റം ഉണ്ടാവേണ്ടത് ആവശ്യം തന്നെയാണ്.